മുൾച്ചെടികൾക്കിടയിൽ വരണ്ട മണ്ണിൽ കുഴഞ്ഞു വീണ് കിടക്കുന്ന ദ്രൗപദിയുടെ സമീപം ഭീമൻ നിന്നു. നനുത്ത ശ്വാസത്തിൽ ഭൂമിയെ ചുംബിച്ചുകൊണ്ട് കിടക്കുന്ന അവളുടെ തോളലുകൾ ചലിച്ചു. മുട്ടുകുത്തി അവളുടെ സമീപം ഇരുന്നു. ചുമലിൽ തൊടാൻ ആഞ്ഞ കൈ പിൻവലിച്ച് ഭീമൻ വിളിച്ചു, ദ്രൗപദി. തളർന്നു വീണ ദ്രൗപദി ഇളകി. പിന്നെ പ്രയാസപ്പെട്ട് എഴുന്നേറ്റിരുന്നു. ഒന്നും കാണാത്തതുപോലെ ചുറ്റും ഉഴറി നടന്ന കണ്ണുകൾ തെളിയുന്നത് ഭീമൻ ആശ്വാസത്തോടെ കണ്ടു. അതിൽ പ്രതിഫലിച്ചത് നിരാശയായിരുന്നുവെന്ന് ഭീമന് തോന്നി. യുധിഷ്ഠിരനും അർജുനനും കാത്തുനിന്നില്ല. ആരും കാത്തുനിന്നില്ല. അയാൾ വീണ്ടും പറഞ്ഞു, ഇവിടെ ഞാനുണ്ട്. കണ്ണുകൾ കാഠിന്യം പൂണ്ടു. പിന്നെ ആർദ്രങ്ങളായി. അവൾ പോയവർക്ക് പിൻപേ മരപ്പുറവയിലെ ശൂന്യതയിലേക്ക് മിഴികൾ അയച്ചു. ആരുമില്ല. ശാന്തി തേടിപ്പോകുന്നവരുടെ കാൽപ്പാടുകൾ കൂടി കാറ്റും തുടച്ചു മാറ്റി. എങ്ങനെ പരിചരിക്കണമെന്നറിയാതെ അമ്പരന്ന് നിന്ന ഭീമന്റെ മുഖത്തേക്ക് അവൾ നോക്കി. അവിടെ നിശബ്ദയായ ചോദ്യങ്ങൾ തിക്കിത്തിരിഞ്ഞത് ഭീമൻ കണ്ടു. ചുണ്ടുകൾ ഇളകി. പ്രയാസപ്പെട്ടു പറഞ്ഞ ആ വാക്കുകൾ വ്യക്തമായില്ല. നന്ദിയാണോ പ്രാർത്ഥനയാണോ ക്ഷമാപണമാണോ എന്നറിയുവാൻ ഭീമൻ വെമ്പി. അതോ പോയവർക്കൊരു ശാപമാണോ? ഇനിയും ചുണ്ടുകൾ ഇളകുന്നത് നോക്കി ഭീമൻ കാത്തിരുന്നു. മനസ്സിൽ പ്രാർത്ഥന വിടർന്നു. പറയൂ, അവസാനമായി എന്തെങ്കിലും പറയൂ, ഒരിക്കൽ കൂടി. വീണ്ടും ആകെ തളർന്ന ദ്രൗപദിയുടെ ശിരസ് ചാഞ്ഞു. അകലെ മുന്നിൽ എവിടെയോ യുധിഷ്ഠിരനെ സ്വീകരിക്കാൻ വരുന്ന സ്വർഗത്തിലേരിന്റെ ചക്രങ്ങളുടെ ശബ്ദം കേൾക്കുന്നുണ്ടോ? അകലെ അകലെ എവിടെയോ നിന്ന്. കേൾക്കുന്നത് വളരെ പിന്നിലെങ്ങോ ആണ്. പിന്നിട്ട രാജാങ്കണങ്ങളിൽ നിന്ന്, വനവീഥികളിൽ നിന്ന്, രണഭൂമിയിൽ നിന്ന്. ഭീമൻ വിഷാദത്തോടെ അവൾ കണ്ണു തുറക്കുന്നത് കാത്ത് അവളെ നോക്കി നിന്നു. പിന്നെ മന്ദഹസിച്ചു. അതെ, മഹാഭാരതത്തിൽ എപ്പോഴും രണ്ടാമനായി കാണപ്പെടുന്ന മഹാശക്തിശാലിയും ബലവാനുമായ ഭീമന്റെ കഥയാണിത്. രണ്ടാം ഊഴം. ശതശൃംഗത്തിൽ നിന്ന് ഹസ്തിനപുരത്തിലേക്കുള്ള യാത്ര എനിക്ക് അവ്യക്തമാണ്. കാഴ്ചകൾ കാണണമെന്ന് കരുതിയാണ് തേരിൽ കയറിയത്. ഉറക്കമായിരുന്നു കൂടുതലും. വഴിത്താവളങ്ങളിൽ എത്തുമ്പോൾ ഉണരും, പിന്നെയും ഉറങ്ങും. രാജധാനിയുടെ കോട്ടവാതിലിന് പുറത്ത് കാത്തു നിൽക്കുമ്പോൾ അകലെയുള്ള സൗധങ്ങൾ കാണാമായിരുന്നു. വാതിലിന് ഇരുവശവും സിംഹപ്രതിമകൾക്ക് താഴെ അരയിൽ വാളും വലങ്കയിൽ നീണ്ട കുന്തങ്ങളുമായി 4 കാവൽക്കാർ നിന്നു. അവരുടെ ചുവന്ന ശീരോവസ്ത്രത്തിന് മുകളിൽ വെയിലത്ത് കുന്തമുനകൾ തിളങ്ങി. വാതിലിനു പുറത്ത് ധ്വജസ്തംഭത്തിന് ഇരുവശത്തുമായി കെട്ടിത്തൂക്കിയ കൂറ്റൻ പെരുമ്പറകളാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. എന്തോ സംശയം ചോദിക്കുവാൻ തിരഞ്ഞപ്പോഴാണ് അമ്മയുടെ അമ്പരപ്പ് ഞാൻ ശ്രദ്ധിച്ചത്. സഹദേവനെ ഒക്കത്ത് വെച്ച് നകുലിനെ കാൽമുട്ടിൽ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന അമ്മയുടെ മുഖം കണ്ടപ്പോൾ 5 വയസ്സുള്ള എൻ്റെ മനസ്സിൽ പെട്ടെന്നൊരു തോന്നലുണ്ടായി. അമ്മ ഭയപ്പെട്ടാണ് നിൽക്കുന്നത്. സംശയങ്ങൾ ചോദിക്കുവാനുള്ള സമയമല്ല അതെന്ന് വ്യക്തമായി. ശതശൃംഗത്തിൽ നിന്ന് കൂടെ വന്ന ഋഷിമാർ വളരെ പ്രായം ചെന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം കൂടെ വന്ന മറ്റു ബ്രാഹ്മണരോടൊപ്പം കാവൽക്കാരുടെ അടുത്തേക്ക് പോയി സംസാരിച്ചു. അദ്ദേഹം മാത്രം തിരിച്ചു വന്നപ്പോൾ അമ്മ അരിശം കലർന്ന സ്വരത്തിൽ ചോദിച്ചു, എത്ര നേരം കാത്തു നിൽക്കണം? വൃദ്ധനായ ഋഷി പറഞ്ഞു, രാജസഭയിലേക്ക് ദൂതൻ പോയിട്ടുണ്ട്. പാണ്ഡു ഹസ്തിനപുരത്തിന്റെ രാജാവായിരുന്നു. അപ്പോൾ പാണ്ഡു പത്നിയെയും മക്കളെയും വിധിപ്രകാരം തന്നെ സ്വീകരിക്കണം. ജ്യേഷ്ഠൻ യുധിഷ്ഠിരന്റെ അമ്മയുടെ പിന്നിൽ ഒതുങ്ങി നിന്നു. 4 വയസ്സായ അർജുനൻ നിർത്തിയിട്ട് തേരുകൾക്കിടയിൽ ഓടിക്കളിക്കുന്നതിനിടയിൽ ഒരിക്കൽ അടുത്തു വന്ന് എന്നോട് ചോദിച്ചു, ഇതാണോ നമ്മുടെ രാജ്യം? ഞാൻ മറുപടി ഒന്നും പറഞ്ഞില്ല. യാത്ര പുറപ്പെടും മുമ്പ് ദാസിമാർ എല്ലാവരെയും ഒരുക്കുമ്പോൾ അമ്മ പറഞ്ഞിരുന്നു, നമ്മൾ രാജധാനിയിലേക്ക് തിരിച്ചു പോകുന്നു. അകലെ വലിയ രാജധാനിയും സൗകര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടും ഞങ്ങൾ കൂടാരങ്ങൾ കെട്ടിക്കഴിഞ്ഞിരുന്നത് എന്തിനാണെന്ന് ഞാൻ ഇടയ്ക്ക് അത്ഭുതപ്പെട്ടിരുന്നു. കുരുവംശത്തിലെ രാജാക്കന്മാരുടെ നായാട്ട് കമ്പത്തെപ്പറ്റി ദാസിമാർ പറയാറുണ്ടായിരുന്നു. അശ്വമേധം കഴിച്ച് പ്രതാപത്തോടെ രാജ്യം ഭരിച്ചു കഴിയേണ്ട സമയത്ത് അച്ഛൻ അമ്മയും ചെറിയമ്മയും കൂട്ടി കാട്ടിൽ താമസിക്കാകിയത് എന്തിനാണെന്ന് പിന്നീട് പലപ്പോഴും സ്വയം ചോദിച്ചിട്ടുണ്ട്. 6 കൊല്ലം നീണ്ടു നിന്ന നായാട്ട് കമ്പം എനിക്ക് മനസ്സിലാക്കുവാൻ പ്രയാസമായിരുന്നു. മൃഗയ വിനോദത്തിന് പോകുന്ന രാജാക്കന്മാർ രാജ്ഞിമാരെ കൂടെ കൊണ്ടുപോകുന്ന പതിവില്ലല്ലോ. ഹസ്തിനപുരത്തിലെ രാജകുമാരന്മാരാണ് ഞങ്ങളെന്നും കോട്ടവാതിക്കൽ കാത്തു നിൽക്കുമ്പോൾ എനിക്കറിയാമായിരുന്നു. അവിടെ വല്യച്ഛൻ ധൃതരാഷ്ട്ര മക്കളുമുണ്ട്. മുത്തുപതിച്ച ആഭരണങ്ങളും സമ്മാനങ്ങളും കൊണ്ട് വലിയമ്മ ഗാന്ധാരി അയച്ച ദൂതന്മാർ കാട്ടിൽ വന്നിട്ടുണ്ട്. പിന്നെ പിതാമഹനെ പോലെ ഞങ്ങൾക്ക് വന്നിക്കേണ്ട ഭീഷ്മാചാര്യനെ പറ്റിയും ധാരാളം കേട്ടിട്ടുണ്ട്. അച്ഛനെയും വല്യച്ഛനെയും വളർത്തി വലുതാക്കിയത് അദ്ദേഹമാണ്. മുത്തച്ഛൻ കൃഷ്ണദ്വൈവായൻ എന്നും തപോവനങ്ങളിൽ ചുറ്റിത്തിരികയായിരിക്കുമെന്നത്ര. ഞാൻ പിറന്നപ്പോൾ തന്നെയാണ് വല്യമ്മയ്ക്ക് ഉണ്ണി പിറക്കുന്നത്. കണ്ണു കാണാത്തതുകൊണ്ട് വല്യച്ഛൻ രാജ്യഭരണം നേരത്തെ എൻ്റെ അച്ഛനെ ഏൽപ്പിച്ചിരുന്നില്ലെങ്കിൽ
ആ ഉണ്ണിയാണ് യുവരാജാവാകേണ്ടിയിരുന്നതെന്ന് ദാസിമാർ തമ്മിൽ സ്വകാര്യം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഹസ്തിനപുരത്തിൻ്റെ അവകാശി ജ്യേഷ്ഠൻ യുധിഷ്ഠിരനാണ്. കാട്ടിൽ അച്ഛൻ്റെ ചിതയ്ക്ക് തീ വെച്ചത് ജ്യേഷ്ഠനെ കൊണ്ടാണ് 17 ദിവസം മുമ്പ്. അമ്മയുടെ പിന്നിൽ പാതി മറിഞ്ഞു നിൽക്കുന്ന ജ്യേഷ്ഠനെ ഞാൻ നോക്കി. ജ്യേഷ്ഠനും ഭയന്ന് നിൽക്കുകയാണെന്ന് തോന്നി. കളിയിലൊന്ന് തൊട്ടാൽ പോലും ഉടനെ വേദനിച്ച് ബഹളം കൂട്ടുന്ന ഈ ജ്യേഷ്ഠനെ പറ്റിയാണോ സ്തുതി പാടുവാൻ വരുന്ന സൂതരും മാഗധരും അവരുടെ പാട്ടുകളിൽ പറയുന്നത്? 14 രാജ്യങ്ങൾ കീഴടക്കി ചക്രവർത്തി നേടുന്നതാണ് പാട്ട്. അപ്പോൾ ശംഖുകൾ ശബ്ദിച്ചു. അകത്തു നിന്ന് ധുന്തപുകികൾ മുഴുകി. കൊട്ടാരവാതിക്കൽ കാത്തു നിൽക്കുന്ന ഞങ്ങളെപ്പറ്റി കേട്ടിട്ടുറിഞ്ഞിട്ടുള്ള വണ്ണം ആളുകൾ അവിടെയൊക്കെ കൂടി നിൽക്കുവാൻ തുടങ്ങിയിരുന്നു. കൂടുതൽ സ്ത്രീകളാണ്. ആരേക്കോ ഞങ്ങളെ ചൂണ്ടിക്കാട്ടി പിന്നിലുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നുമുണ്ട്. ആൾക്കൂട്ടം പെരുകിയപ്പോൾ മുമ്പിൽ നിൽക്കുന്നവർ കുറെ കൂടി ഞങ്ങളുടെ അടുത്തേക്ക് നീങ്ങി നിന്നു. അവരെ ശ്രദ്ധിച്ചുകൊണ്ട് കൂട്ടം തെറ്റി നിന്ന് അർജുനനെ അമ്മ പതുക്കെ ശാസിച്ച് അടുത്തു നിർത്തി. കാവൽക്കാർ ഇരുവശത്തേക്ക് മാറി നിന്നപ്പോൾ അകമ്പടിക്കാരുടെ സംഘം പുറത്തു വന്നു. അവർക്ക് പിന്നിലായി വരുന്നവരുടെ മുമ്പേ ധൃതിയിൽ നന്നേ നടക്കുന്ന മനുഷ്യനെ ഞാൻ ശ്രദ്ധിച്ചു. മുകളിൽ കിരീടം പോലെ കെട്ടിവെച്ച നരച്ച മുടി, വെളുത്ത താടി, നീണ്ട കൽവേപ്പുകളുടെ അദ്ദേഹം വേഗത്തിൽ വളരെ മുമ്പത്തിലെത്തി കഴിഞ്ഞു. അമ്മ പറഞ്ഞു, നടക്കൂ നടക്കൂ. സഹദേവനെ ഒക്കത്തുനിന്ന് ഇറക്കി അമ്മ അദ്ദേഹത്തിന്റെ മുമ്പാകെ ശിരസിന് മുകളിൽ കൈ ചേർത്ത് നിന്ന് വന്നിച്ചു. പിന്നെ കാൽക്കൽ മുട്ടുകുത്തി. അമ്മയുടെ ശിരസിൽ തൊട്ട് അദ്ദേഹം പറഞ്ഞു, ഉണ്ണികളെല്ലാം വന്നല്ലോ, നന്നായി. അമ്മ ജ്യേഷ്ഠനെ നോക്കി പറഞ്ഞു, പിതാമഹനെ നമസ്കരിക്കും. ഊഴമനുസരിച്ച് ഞങ്ങൾ നമസ്കരിച്ചു. നമസ്കരിക്കാൻ അമ്മയുടെ നിർദ്ദേശങ്ങൾ കാത്തുനിന്ന നകുലിനെയും സഹദേവനെയും അദ്ദേഹം ഒരുമിച്ച് വാരിയെടുത്തു. അപ്പോഴേക്കും ചുറ്റും കാഴ്ചക്കാരായ സ്ത്രീ പുരുഷന്മാരുടെ ബഹളമായി. അമ്മയെ ആശ്ലേഷിച്ചു നിന്ന മുത്തശ്ശിമാരെ ഞാൻ ശ്രദ്ധിച്ചു. ഋഷിമാർ നിർദ്ദേശിച്ചതനുസരിച്ച് ഞങ്ങൾ ഓരോരുത്തരായി വന്നിച്ചു. അകന്നു മാറി നിൽക്കുന്ന ഒരാൾ എല്ലാം നോക്കി മന്ദഹസിക്കുന്നുണ്ടായിരുന്നു. പിതാമഹന്റെ സംഘത്തിൽ വന്നതാണ്. ഉത്തരീയമില്ല, ആഭരണങ്ങളില്ല. നെറ്റി നേർക്കുടയിൽ വീണ് കിടക്കുന്ന മുടിച്ചുരലുകൾക്കിടയിലൂടെ എത്തി നോക്കുന്ന കണ്ണുകളിലും മന്ദഹാസമുണ്ടായിരുന്നെന്ന് തോന്നി. നീണ്ടു മെലിഞ്ഞ ശരീരം. ബ്രാഹ്മണനല്ല, പക്ഷെ ക്ഷത്രിയന്റെ അലങ്കാരങ്ങളുമില്ല. സ്ത്രീകളുടെ കൂട്ടത്തിൽ നിന്ന് പുറത്തു കിടന്ന അമ്മ അപ്പോഴാണ് അദ്ദേഹത്തെ ശ്രദ്ധിച്ചതെന്ന് തോന്നി. ധൃതിയിൽ അദ്ദേഹത്തെ നമസ്കരിച്ചപ്പോൾ അദ്ദേഹം മന്ദഹസിച്ചുകൊണ്ട് എന്തോ പറഞ്ഞത് ഞാൻ കേട്ടില്ല. അമ്മയുടെ കണ്ണുകൾ ഞങ്ങളെ തിരയുകയായിരുന്നു. ഇളയച്ചൻ വിതുരരെ നമസ്കരിക്കൂ. എന്റെ പിന്നിൽ നിന്ന് ആരോ യുധിഷ്ഠിരനെ മുന്നിലേക്ക് നീക്കി നിർത്തി. നമസ്കരിച്ച യുധിഷ്ഠിരനെ കെട്ടിപ്പിടിച്ച് അദ്ദേഹം പറഞ്ഞു, മനസ്സിൽ സങ്കല്പിച്ചതിലേറെ തേജസ്വിയായിരിക്കുന്നു ഉണ്ണി. ഉപചാരം കഴിഞ്ഞപ്പോൾ എന്റെ ചുമലുകളിൽ പിടിച്ച് ലാളിച്ച് അദ്ദേഹം അടുത്ത് നിൽക്കുന്നവരോടെല്ലാവരോടും പറഞ്ഞു, ദുര്യോധനേക്കാൾ വളർച്ചയുണ്ട് ഭീമന്. ആരൊക്കെയോ ആചാരപ്രകാരം ഞങ്ങളുടെ കാൽ കഴുകിച്ചു. അടുത്തിലേക്ക് പിന്നെയും തിരക്ക് കയറിയ ജനങ്ങളുടെ അടക്കിയ പിറുപിറുപ്പുകൾ പെരുക്കുവാൻ തുടങ്ങി. ഭീഷ്മാചാര്യൻ വിതുരരെ വിളിച്ച് എന്തോ സംസാരിച്ചു. വിതുരർ ശതസംഘത്തിൽ നിന്ന് ഞങ്ങളുടെ കൂടെ വന്ന മഹർഷിമാരുടെ കൂട്ടത്തിലോട് വൃദ്ധനോട് പറഞ്ഞു, പാണ്ഡുപുത്രനെ കാണാൻ വന്നവരാണ് ഈ ബ്രാഹ്മണരും പ്രഭുക്കളും കുടുംബങ്ങളും, അങ്ങ് പരിചയപ്പെടുത്തു. മഹർഷി ഞങ്ങളുടെ സമീപത്തേക്ക് വന്നു. പിന്നെ കൂടി നിൽക്കുന്നവരെയും നോക്കി. കൊട്ടാരവാതിക്കലെത്തിയ രാജകീയ സംഘവും ജനങ്ങളും മഹർഷിയുടെ വാക്കുകൾ കേൾക്കുവാൻ നിശബ്ദരായി. കൗരവരുടെ ദയാദാനമായ പാണ്ഡു മഹാരാജാവ് കാലം ചെയ്തു. അത് നിങ്ങൾക്കെല്ലാം അറിവുള്ളതാണല്ലോ. അദ്ദേഹം പിന്നെ നിർത്തി. വീണ്ടും സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ ശബ്ദം ഉയർന്നു. ശതസംഹാകൃതിയിൽ പാണ്ഡുവിന്റെ ധർമാചാരങ്ങളും ദിവ്യാനുഗ്രഹങ്ങൾക്കുണ്ടായ വീര്യപുത്രന്മാർക്ക് ഹസ്തിനപുരത്തിലെ പ്രമുഖരെ വരവേൽപ്പ് നൽകി. അദ്ദേഹം യുധിഷ്ഠിരനെ മുന്നിലേക്ക് കൈപിടിച്ച് നിർത്തി. ഇതാണ് കുന്തിപുത്രൻ യുധിഷ്ഠിരൻ, പാണ്ഡുവിന് ധർമ്മരാജാവിന്റെ അനുഗ്രഹം കൊണ്ടുണ്ടായ സീമന്തപുത്രൻ, ധർമ്മപുത്രൻ എന്ന് വിഖ്യാതനാവുവാൻ പോകുന്ന രാജകുമാരൻ. ജ്യേഷ്ഠൻ മന്ദഹസിച്ചു നിന്നു. ആവശ്യത്തിന് മാത്രം വേണ്ട വിനയം കാണിക്കുവാൻ ജ്യേഷ്ഠൻ എന്നും ശ്രദ്ധിച്ചിരുന്നു. ജനങ്ങളുടെ മുഴുവൻ കണ്ണുകളും ഞങ്ങളുടെ മേലുണ്ടാവും. അതുകൊണ്ട് രാജകുമാരന്മാരുടെ അന്തസ്സോടെ പെരുമാറണമെന്ന് അമ്മയുടെ നിർദ്ദേശം ശരിക്കും പാലിക്കുന്നുണ്ട് യുധിഷ്ഠിരൻ. എന്നെ ആരോ മുന്നിലേക്ക് നീക്കി നിർത്തി. അഷ്ടദിക്കുകളിൽ ഒന്നിന്റെ അധിപനായ വായു ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടുണ്ടായ 2ാം പാണ്ഡവൻ, മഹാബലവാനായി തീരാൻ പിറന്നവനാണ് ഈ ഭീമസേനൻ. വലിയച്ഛൻ്റെ മകൻ ദുര്യോധനൻ എന്ന ഉണ്ണി സ്ത്രീകളുടെ സംഘത്തിലെങ്ങാനും ഉണ്ടെങ്കിൽ അയാളും അത് കേട്ടിരിക്കുമല്ലോ എന്നോർത്ത് ഞാൻ തലയോർത്തി പിടിച്ച് നോക്കി. ആളുകൾക്ക് വിശ്വാസമായില്ല. അവരൊക്കെ ചിരിക്കുന്നു. മഹാബലവാൻ എന്ന് പറയുന്ന പുത്രനെ നോക്കി ചിരിക്കുകയാണോ? മഹർഷി അർജുനനെ എടുത്ത് ഉയർത്തിപ്പിടിച്ചു. എന്നിട്ട് താഴെ വെച്ച് പറഞ്ഞു, അർജുനൻ മധ്യമ പാണ്ഡവൻ, ദേവദേവനായ ഇന്ദ്രനിൽ നിന്നുണ്ടായ വീര്യകുമാരൻ. എല്ലാ വില്ലാളികളും ഇവന് കീഴടങ്ങേണ്ടി വരുമെന്ന് ജനിച്ചപ്പോൾ അശരീരികൾ ഘോഷിച്ചു. അമ്മയുടെ ഒക്കത്തും കയ്യിലുമുള്ള നകുല സഹദേവന്മാരെ ചൂണ്ടിക്കൊണ്ട് മഹർഷി പറഞ്ഞു, നകുലൻ, സഹദേവൻ, ഭർത്താവിന്റെ ചിതയിൽ വീണ് അനുയാത്ര സ്വയം മരിച്ച മാതൃ രാജകുമാരിയുടെ ഇരട്ട പെറ്റ മക്കൾ.
അശ്വിനി ദേവന്മാരുടെ അനുഗ്രഹം കൊണ്ട് പിറന്ന ഇവർ വളരുമ്പോൾ ബുദ്ധിയിലും സൗന്ദര്യത്തിലും ഇവർക്ക് കിടനിൽക്കുവാൻ ഒരു രാജകുമാരനും ഭൂമുഖത്തുണ്ടാവില്ല. ജനങ്ങളുടെ മുഖത്ത് ചിരി മാഞ്ഞുപോയിരുന്നു. സ്തബ്ധരായി നിൽക്കുന്ന അവർ കാട്ടിൽ നടന്ന മരണങ്ങളെപ്പറ്റി അപ്പോഴായിരിക്കും ആലോചിക്കുവാൻ തുടങ്ങിയത്. അച്ഛൻ്റെ ചിതയിൽ ചാടി മരിച്ച മാതിരിച്ചെറിയമ്മയെപ്പറ്റി ആലോചിച്ചപ്പോൾ എനിക്കും വിഷമം തോന്നി. അത് ക്ഷത്രിയ സ്ത്രീകൾ മുമ്പ് ചെയ്തിട്ടുള്ളതാണെന്ന് ദാസിമാർ ഞങ്ങളെ ആശ്വസിപ്പിച്ച് പറഞ്ഞു. മഹർഷിമാരുടെ കൂട്ടത്തിൽ നിന്ന് മറ്റൊരാൾ പറഞ്ഞു, സത്വൃത്തിയിൽ വാനപ്രസ്ഥത്തിലിരുന്ന് പുത്രസമ്പത്ത് നേടി കുരുവംശത്തിലെ വളർത്തിയ പാണ്ഡവ മഹാരാജാവിൻ്റെയും മാതൃമയുടെയും ശേഷക്രിയകൾക്ക് വേണ്ടി ഒരുങ്ങുക. ദുഃഖാചരണം കഴിഞ്ഞ് എല്ലാ ബ്രാഹ്മണ ശ്രേഷ്ഠരും പ്രഭുക്കളും പുത്രസമ്പത്ത് നൽകിയ ദേവതകൾക്ക് വേണ്ടി ജപഹോമയാഗങ്ങൾ നടത്തട്ടെ. വിതുരർ അമ്മയോട് പറഞ്ഞു, വരൂ, സഭയിൽ രാജാവ് കാത്തു നിൽക്കുന്നു. മുത്തശ്ശിമാരുടെ കൂടെ അമ്മ അകത്തേക്ക് നടന്നു. വിതുരരുടെ കൈത്തണ്ടയിൽ പിടിച്ച് യുധിഷ്ഠിരൻ പിറകെ നടന്നു. ഭീഷ്മ പിതാമഹന്റെ പിന്നിലായി ഞാനും അർജുനനും നടന്നു. രാജധാനിയിലെ സ്ത്രീകൾ ഏറ്റുവാങ്ങിയ നകുലനെയും സഹദേവനെയും ഒക്കെ തിരുത്തി ചിരിച്ചു. ഹസ്തനപുരത്തിൽ കണ്ടതൊക്കെ ചെറിയ കുട്ടികളായ അവർക്ക് അത്ഭുതമായിരുന്നു. സഭാ മണ്ഡപത്തിലേക്ക് കയറുന്ന സ്ഥലത്ത് ഒറ്റയ്ക്ക് കറുത്ത വസ്ത്രം കൊണ്ട് തല ചുറ്റിയിട്ട് മുഖമാകെ മറിച്ച് ഒരു സ്ത്രീ കാത്തുനിരുന്നു. അമ്മ ഓടിച്ചെന്ന് അവരുടെ കാൽക്കൽ വീണു. എഴുന്നേൽപ്പിച്ച് നിർത്തിയ ശേഷം അവർ പറഞ്ഞു, സ്വീകരിക്കാൻ പുറത്തു വരാത്തതിൽ ക്ഷമിക്കൂ. ഞാൻ ഒരിക്കലും പുറത്തു വരാറില്ലെന്ന് അറിയാമല്ലോ. ഞങ്ങൾക്ക് നിർദ്ദേശങ്ങൾ വേണ്ടി വന്നില്ല. എപ്പോഴും മുഖം മറച്ച് പുറത്തിറങ്ങുന്ന നങ്ങിടക്കുന്ന വല്യമ്മ ഗാന്ധാരി. അവരുടെ ദൂതനാണ് ഞങ്ങൾക്ക് സമ്മാനങ്ങൾ കൊണ്ടുവന്ന് തന്നിരുന്നത്. കറുത്ത മൂടുപടത്തിനകത്തെ അവരുടെ മുഖം കാണുവാൻ ഞാൻ ആഗ്രഹിച്ചു. നീല ഞരമ്പുകൾ നിറഞ്ഞു പൊങ്ങുന്ന അവളുടെ നീണ്ടു മെലിഞ്ഞ കൈകളിൽ നന്മ നമസ്കരിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഓരോരുത്തരായി ഒതുങ്ങി. അവർ പതിഞ്ഞ ശബ്ദത്തിൽ പിറുപിറുക്കുന്നത് പോലെ ഓരോരുത്തരോടും പറഞ്ഞു, നന്നായി വരട്ടെ, നന്നായി വരട്ടെ. അമ്മ കണ്ണീർ തുടച്ചു. അമ്മയുടെ ചുമലിൽ കൈവച്ച് വല്യമ്മ പറഞ്ഞു, നടക്കൂ, അദ്ദേഹം കാത്തിരിക്കുന്നു. അന്ധനായ വല്യച്ഛൻ. അദ്ദേഹം അന്ധനാണെന്നറിഞ്ഞപ്പോൾ മുതൽ മുഖം മൂടി പുറത്തിറങ്ങാതെ കൊട്ടാരത്തിൻ്റെ അകത്തിട്ട് തന്നെ കഴിയുകയാണെന്ന് ഉറപ്പിച്ച് വല്യമ്മ. അദ്ദേഹം സഭയിൽ തനിച്ചായിരുന്നു. ചിത്രപ്പണികൾ ചെയ്ത കൂറ്റൻ മരത്തോടുകളുടെ മധ്യത്തിൽ ഒഴിഞ്ഞ സ്ഥലത്തിട്ട് പര്യങ്കത്തിൽ അദ്ദേഹം നിറഞ്ഞിരിക്കുന്നു. ശിരോമണി നടുവിൽ തിളങ്ങുന്ന സ്വർണ്ണപ്പട്ടണത്തിന് മുകളിൽ കാടുപിടിച്ച് വളർന്നു കിടക്കുന്ന മുടി, കൃഷ്ണമണികളല്ലാത്ത കണ്ണുകൾ വെളുത്ത വൃക്ഷങ്ങൾ പോലെ, കനത്ത താടിയെല്ലുകൾ എന്തോ ചവയ്ക്കുന്നത് പോലെ ഇളകിക്കൊണ്ടേയിരുന്നു. ഇടയ്ക്ക് വൃത്താകാരമായി ചുറ്റുന്ന കണ്ണുകളിൽ നോക്കിയപ്പോൾ ഭയം തോന്നി. ഞാൻ കുറച്ചകലെ എത്തിയപ്പോൾ നിന്നു. അദ്ദേഹം എന്തോ ചവയ്ക്കുകയാണോ അതോ സ്വയം പിറുപിറുക്കുകയാണോ? അമ്മ പറഞ്ഞു, വിധവയായി തീർന്ന കുന്തിയാണ് ഞാൻ. ഞാനും എൻ്റെ മക്കളും അങ്ങയെ നമസ്കരിക്കുന്നു. നമസ്കരിച്ചപ്പോൾ അദ്ദേഹം എൻ്റെ ശിരസിൽ കൈവച്ചു. പിന്നെ ആ കൈക്കുള്ളിൽ തെല്ലിട നിന്നപ്പോൾ വല്യച്ഛൻ്റെ കൈത്തണ്ടയുടെ വലിപ്പത്തെപ്പറ്റിയാണ് ഞാൻ പെട്ടെന്ന് ഓർമ്മിച്ചത്. വലിയച്ഛൻ പറഞ്ഞു, ഇവർ 5 പേർ കൂടി എനിക്ക് ഇനി മക്കളാണ്. അമ്മ അപ്പോഴും കണ്ണു തുടച്ചു. ആ വലിയ ശരീരത്തിന് ചേർന്നതല്ല വല്യച്ഛൻ്റെ നേർത്ത ശബ്ദം എന്ന് എനിക്ക് തോന്നി. കാട്ടിൽ സൂതർ പാടിക്കണ്ട പാട്ടുകളിൽ നിന്ന് വല്യച്ഛനെ പറ്റി പറഞ്ഞു വരുന്നു. 10,000 മതിച്ച ആനകളെ ഒതുക്കുവാൻ കഴിയുന്ന ശക്തിയുള്ള രാജാവാണ് ധൃതരാഷ്ട്രം. നകുല സഹദേവന്മാരെ കൊണ്ട് അമ്മ നമസ്കരിപ്പിക്കുവാൻ ഞാൻ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നോക്കാതെ വലിയ കൈകളിലും മാറത്തും നോക്കി. 100 അടിയുള്ള വേദാന്തഹാരം ആ വലിയ മാറത്ത് എത്ര ചെറുതായിട്ടാണ് കിടക്കുന്നത്. പാട്ടുകൾ പറഞ്ഞതൊക്കെ ശരി തന്നെ. സാലവൃക്ഷത്തിൻ്റെ വലിപ്പമുണ്ട് ആ കൈകൾക്ക്. എല്ലാ രാജാക്കന്മാരെയും തോൽപ്പിക്കുവാൻ കണ്ണുണ്ടായിരുന്നെങ്കിൽ വലിയച്ഛന് വെറും കൈ മാത്രം മതിയായിരുന്നു. പാട്ടുണ്ടാക്കുന്ന സൂതരും മാഗതരും കുറച്ചു കൂട്ടി പറയുമായിരിക്കും. ഒരു മതിച്ച ആനയുടെ കരുത്ത് ഏതായാലും ഈ വലിയച്ഛനുണ്ടെന്ന് എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ സഭാമണ്ഡപത്തിലേക്ക് കിടന്നു വന്ന് 3 ഉണ്ണികളെ ഞാൻ ശ്രദ്ധിച്ചു. അവർ വലിയച്ഛന് പിന്നിലായി വന്ന് നിന്നു. വലിയച്ഛൻ്റെ വലത്തായി പര്യങ്കത്തിൻ്റെ മൂലക്കെട്ടിലെ സ്വർണ്ണപ്പോളയിൽ നഖം കൊണ്ട് വരച്ചു നിൽക്കുന്ന ഉണ്ണി എന്നെ തന്നെയാണ് നോക്കുന്നത്. കാതിൽ കുണ്ടലങ്ങൾ, കഴുത്തിൽ 54 ലക്ഷ്മി കലാപം ഒരു മാർച്ചട്ട പോലെ കിടക്കുന്നു. അതവന് അഭംഗിയായിട്ടാണ് ഞാൻ മനസ്സിൽ പറഞ്ഞു. ഒറ്റയഴിയുള്ള ഏകവാലി മാത്രമായിട്ട് നടക്കുന്നതുകൊണ്ട് എനിക്ക് അസൂയ തോന്നിയെന്നതുമാവാം. ഭീഷ്മ പിതാമഹൻ അപ്പോൾ ശതശൃംഗത്തിൽ നിന്ന് വന്നവരെ സമ്മാനങ്ങൾ കൊടുത്തയച്ച ശേഷം സഭയിലേക്ക് വന്നു. അദ്ദേഹം അകന്നു നിന്ന് പരസ്പരം നോക്കുന്ന ഞങ്ങളെ കണ്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ദുര്യോധന, ദുശാസന, വരൂ, നിങ്ങളെന്തും കൂടിക്കഴിയേണ്ടവരാണ്. ഉണ്ണി ചിത്രസേന, വരൂ. അപ്പോൾ വലിയച്ഛൻ വിതുരരെ വിളിച്ച് സംസാരിക്കുകയായിരുന്നു. പാണ്ഡുവിനും മാന്ത്രിക്കും വേണ്ട പ്രത്യേക കാര്യങ്ങളൊക്കെ ചെയ്യണം. ബ്രാഹ്മണർക്ക് ദാനങ്ങൾ വേണ്ട പോലെ. കൂട്ടത്തിൽ ചെറിയ കുട്ടിയായ ചന്ദ്രസേനാണ് ആദ്യം അടുത്തേക്ക് വന്നത്. ഞാൻ പറഞ്ഞ ദിവസം തന്നെ ഉണ്ടായതാണ് ദുര്യോധനൻ. പര്യങ്കത്തിന് പിന്നിൽ നിന്ന് മാറാതെ അവൻ ഞങ്ങളെ തന്നെ നോക്കി നിൽക്കുന്നു. ഞാൻ ചിരിക്കുവാൻ ശ്രമിച്ചു. അവനത് കണ്ടില്ല എന്ന് നടിച്ചു. അവൻ എന്നേക്കാൾ വളർച്ചയുണ്ടെന്ന് തോന്നി. ഞങ്ങൾക്കായി ഒരുക്കിയ കൊട്ടാരത്തിലേക്ക് നടക്കുമ്പോൾ ഞാൻ വെറുതെ ചിരിച്ചു. ജ്യേഷ്ഠൻ ശാസനയോടെ എന്നെ നോക്കി. അത് കാണാത്ത ഭാവത്തിൽ ഞാൻ അർജുനനോട് പറഞ്ഞു, കണ്ടോ, വല്യച്ഛൻ്റെ മക്കൾ തലയിൽ പൂമാല ചൂടിയിരിക്കുന്നു. അതിലത്ര കാര്യമൊന്നുമില്ല എന്ന ഭാവത്തിൽ ജ്യേഷ്ഠൻ പറഞ്ഞു, മന്ദ, രാജകുമാരന്മാർ പൂമാല മുടിയിൽ ചൂടും.
കാട്ടിൽ ദാസിമാർ കുറേവായതുകൊണ്ട് നമ്മൾ പാല് ചൂടിയിരുന്നേ എന്നുള്ളൂ. മന്ദൻ എന്ന് വിളിച്ച സ്ഥിതിക്ക് മറ്റൊന്നുകൂടി പറയുവാൻ കരുതിയെന്ന് ഒതുക്കി. ഭീഷ്മപിതാമഹൻ വിളിച്ചപ്പോൾ എന്തു ചെയ്യണമെന്നറിയുവാൻ ദുശാസനൻ ജ്യേഷ്ഠനെ നോക്കിക്കൊണ്ട് നിന്നു. 100 അഴിയുള്ള ഹാരം ചുമൽക്കത് കഷ്ടമല്ലേ എന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു. അനുജൻ ദുശാസനത്തിന്റെ കഴുത്തിലുള്ളത് 16 അഴിയുള്ള മണവകമാണ്. ശതശൃംഗത്തിൽ വെച്ച് ഒരിക്കൽ അച്ഛൻ്റെ ആഭരണങ്ങളെല്ലാം നിരത്തിവെച്ച് അമ്മ പേരുകളും താരങ്ങളും പറഞ്ഞു നിന്നു. അങ്ങനെ ജ്യേഷ്ഠനെ പഠിപ്പിക്കുമ്പോൾ ഞാൻ കൗതുകത്തോടെ കേട്ടു നിന്നിട്ടുണ്ട്. വലുതാവുമ്പോൾ 27 വലിയ മുത്തുകളുള്ള ഒരു നക്ഷത്ര ആഹാരം മാത്രമാണ് ഞാൻ അണിയുവാൻ പോകുന്നത് എന്ന് സ്വകാര്യമായി നിശ്ചയിക്കുകയും ചെയ്തിരുന്നു. വലിയ ശരീരമുള്ള യോദ്ധാക്കൾക്കും ഗജവീരന്മാർക്കും ചേർന്നതാണത്രേ നക്ഷത്രാഹാരം. ദുര്യോധനൻ പകയോടെ നോക്കിയത് എന്തുകൊണ്ടാണ്? ഞാൻ ചിരിച്ചപ്പോഴും അവന് ഗൗരവം വിട്ടില്ല. ഞങ്ങൾക്കായി ഒഴിച്ചുവെച്ച കൊട്ടാരത്തിൽ ഒരുക്കങ്ങൾ പൂർത്തിയാവുന്നതേ ഉള്ളൂ. ദാസിമാരുടെ കൂട്ടത്തിൽ പ്രായം ചെന്ന ഒരു സ്ത്രീ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഒന്ന് അടുത്ത് കാണട്ടെ. ദാസിമാർ ഞങ്ങളെ ഓരോരുത്തരായി ലാളിച്ചു. അവർ കൂട്ടത്തിൽ കഥകൾ പറയുന്നുണ്ടായിരുന്നു. ഞാൻ കാട്ടിൽ പിറന്ന രാത്രിയിൽ ഇവിടെ ഹസ്തനപുരത്ത് കൊടുങ്കാറ്റുണ്ടായി. കഴുകനും കാലൻ കോഴികളും കരഞ്ഞു. കൊട്ടാര വളപ്പിലേക്ക് ഇറങ്ങി വന്ന് കുറുനരികൾ ഓളിയിട്ടു. കുലം മുടിക്കാൻ പിറന്നവനാണ് ഞാനെന്ന് ആരൊക്കെയോ ഗ്രഹനിലകൾ നോക്കി പിന്നീട് പറഞ്ഞു. അത് ദുര്യോധനും ബാധകമാണെന്ന് വൃദ്ധ ഓർമ്മിപ്പിച്ചു. പലരും കാണുവാൻ വന്നു. അധികവും കൊട്ടാരത്തിലെ പരിചാരന്മാരാണ്. എന്നേക്കാൾ 1 വയസ്സുള്ള യുധിഷ്ഠിരന്റെ മുമ്പിൽ അവർ തൊഴുതു നിന്നു. യുധിഷ്ഠിരൻ ഭാവിയിൽ രാജാവാകാൻ പോകുന്ന ആളാണല്ലോ. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം മന്ദഹസിച്ച് ഉപചാരങ്ങൾ സ്വീകരിച്ച് ഗൗരവത്തിലിരുന്നു. നകുല സഹദേവന്മാർ അമ്മയുടെ കൂടെ അകത്തളത്തിലായിരുന്നു. വില്ലാളികളിൽ മുമ്പനാവാൻ പോകുന്ന അർജുനനെയും കണ്ട് മടങ്ങും മുമ്പ് പ്രസവിച്ച ഉടനെ കൈവിട്ടുപോയ താഴെ വീണപ്പോൾ മുറിവ് പറ്റാതെ പരിക്കേൽക്കാതെ പാറക്കെട്ട് തകർത്ത് വിചിത്ര ശിശുവിൻ്റെ കാര്യം ഓർമ്മിക്കുമെന്ന് എൻ്റെ അരികത്തും വന്നു. എല്ലാവരും അത്ഭുതത്തോടെ എന്നെ നോക്കി. അടുത്ത് നിർത്തി ലാളിക്കുന്ന ഭാവത്തിൽ ചിലർ എൻ്റെ ദേഹത്തിൽ അമർത്തി ബലം പരിശോധിച്ചു. എന്നെപ്പറ്റിയും കഥകൾ നേരത്തെ കൊട്ടാരത്തിൽ എത്തിയിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞപ്പോൾ അത്ഭുതം തോന്നി. ഒരിക്കൽ അമ്മയുടെ കയ്യിൽ നിന്ന് വീണുപോയി എന്നും ഭയന്നുകൊണ്ട് അമ്മ എടുത്തപ്പോൾ എനിക്കൊന്നും പറ്റാത്തതിൽ ആശ്വസിച്ചു എന്നും കാട്ടിൽ വെച്ച് കേട്ടിരുന്നു. ഞാൻ വീണപ്പോൾ എൻ്റെ കനം കൊണ്ട് പാറ ഉടഞ്ഞുപോയി എന്നായി എവിടെ എത്തിയപ്പോൾ കഥ. ഞാൻ ലജ്ജ ഒതുക്കി. മറ്റു കുട്ടികളെ അപേക്ഷിച്ച് എൻ്റെ രൂപം അത്ര വ്യത്യസ്തമാണ്. കൊട്ടാരത്തിലെ ആദ്യത്തെ രാത്രി ഭക്ഷണം സമൃദ്ധമായിരുന്നു. വിഭവങ്ങൾ നിരവധി. ഭക്ഷണം ഇത്രയൊക്കെ രൂപങ്ങളിൽ രുചികളിൽ ഉണ്ടാവുന്നത് എനിക്കൊരു പുതിയ അറിവായിരുന്നു. കാട്ടിലാവുമ്പോൾ വിശന്നാൽ വയറ് നിറയ്ക്കുവാൻ കിട്ടുന്നതെല്ലാം ഭക്ഷണമാണ്. ഒഴിഞ്ഞ തളികളിൽ വീണ്ടും നിറയ്ക്കുമ്പോൾ വിളമ്പുന്നവർ ചിരിച്ചു. ഇതൊന്നും ഒരു രാജകുമാരനെ യോജിച്ചതല്ല എന്ന മട്ടിൽ യുധിഷ്ഠിരൻ ശാസനയോടെ നോക്കുന്നത് ഞാൻ കണ്ടില്ലെന്ന് നടിച്ചു. രാത്രിയിൽ വൃദ്ധനായൊരു സൂതൻ വന്നിരുന്ന് പഴയ കഥകൾ പാടുവാൻ തുടങ്ങി. ശന്തനു മഹാരാജാവ് ഗംഗയെ കണ്ട് മോഹിച്ച കഥ തുടങ്ങിയപ്പോൾ ജ്യേഷ്ഠൻ വേണ്ടെന്ന് പറഞ്ഞു. പലവട്ടം കേട്ടതാണ്. അപ്പോൾ അയാൾ കദ്രുവിൻ്റെയും വിനതയുടെയും കഥ തുടങ്ങി. ഉറക്കം വന്നു തുടങ്ങിയ ഞാൻ സ്ഥലം വിട്ടു. അച്ഛൻ്റെ മരണത്തെപ്പറ്റിയാണ് കിടന്നപ്പോൾ ആലോചിച്ചത്. നാളെ ഞങ്ങളെല്ലാം ക്രിയ ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ഋഷിമാർ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ മരിച്ചത് എൻ്റെ അച്ഛനാണ്. മഹാബലവാനാകാൻ പോകുന്ന ഞാൻ മനസ്സാ വന്നിക്കേണ്ട പിതാവ് കാറ്റിൻ്റെ ദേവനാണ്. അദ്ദേഹത്തിന് മരണമില്ല. ഓർമ്മ വെച്ചതു മുതൽ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചത് 3 ശക്തികളെയാണ്. 1000 കണ്ണുകളുള്ള ഇന്ദ്രനെ, 7 ജ്വാലകളുള്ള അഗ്നിയെ, ബ്രഹ്മാവിൻ്റെ കോപത്തിൻ്റെ പ്രകാശമായി പിറന്ന രുദ്രനെ. അടുത്ത് കിടന്നുറങ്ങുന്ന അർജുനനെ ഞാൻ നോക്കി. അവൻ്റെ നിത്യപ്രാർത്ഥനകളിലൊന്ന് സ്വന്തം പിതാവായ ഇന്ദ്രനിൽ എത്തിയിട്ടുണ്ടാവും. കൊടുങ്കാറ്റുകളുടെ ദേവനായ എൻ്റെ പിതാവ് എന്നെ ഓർമ്മിക്കാറുണ്ടോ? ഉറക്കത്തിൽ ഞാനെന്നൊരു സ്വപ്നം കണ്ടു. മതം പൊട്ടിയ മഹാഗജൻ കൊമ്പിളക്കി എന്നെ ആക്രമിക്കുവാൻ കുതിച്ചടക്കുന്നു. മരത്തിൽ കയറി രക്ഷപ്പെടുവാൻ നോക്കുമ്പോൾ വെൺമുഴുവ എത്തിയ ഒരു കാവൽക്കാരൻ ഒരു മുടി മുമ്പിൽ നിൽക്കുന്നു. ഞെട്ടിയുണർന്നപ്പോൾ അടുത്ത വശത്തുമായി ജ്യേഷ്ഠനും അർജുനനും ഉറങ്ങുന്നു. വെൺമഴുവുമായി മരത്തിന് കാവൽ നിന്ന മുഖം എവിടെയോ കണ്ട പോലെ സംശയം തോന്നി. വല്യച്ഛൻ്റെ ഉണ്ണിയുടെ മുഖം പോലെ. ഞാൻ അർദ്ധനിദ്രയിൽ വിടുന്ന് കണ്ണടച്ചു. മനസ്സിൻ്റെ നിദ്രയുമായി പ്രാർത്ഥിച്ചു. കൊടുങ്കാറ്റുകളെ ചെങ്ങലക്കിടക്കുന്ന നടക്കുന്ന ദേവ, ഇവിടെ ഞാനുണ്ട്. അവിടുത്തെ മകനായ 5 വയസ്സുള്ള ഒരു ഉണ്ണി. എൻ്റെ പ്രാർത്ഥന, ഉള്ളുരുകിയ പ്രാർത്ഥന പിതാവായ ദേവൻ ഒരിക്കൽ കേട്ടു. വർഷങ്ങൾക്ക് ശേഷമാണത് ഉണ്ടായത്. ഹസ്തിനപുരത്തിലെ കൗമാരകാലം മുഴുവൻ തിരക്കേറിയ ദിവസങ്ങളായിരുന്നു. ശംഖും മൃദംഗവും വീണയും വേണുവും ചേർന്നുണ്ടാക്കുന്ന സംഗീതം പുലരുന്നതിനു മുമ്പേ കേൾക്കുവാൻ തുടങ്ങും. ഉറക്കം വിട്ട് പേരുവാൻ മടിച്ചേ പിന്നെയും കിടക്കും. കുറച്ചു കഴിയുമ്പോൾ ബ്രാഹ്മണരുടെ പുണ്യാഘോഷം, ഇടവിട്ട് ഭേരീനാദങ്ങൾ, അകലെ പന്തുകളിൽ നിന്ന് അനുസരണം കുറഞ്ഞ ആനകളുടെ ഒറ്റവിട്ട ചീറലുകൾ, കുതിരകൾ അഴകമ്പടിയോടെ അടുത്ത് തേരുള്ളുന്ന ശബ്ദം. അക്കാലത്ത് എനിക്ക് തോന്നിയിരുന്നു ഭൂലോകത്തിലെവിറ്റയും നല്ല സംഗീതം തേരുള്ളുന്ന ശബ്ദമാണെന്ന്. ഞങ്ങൾ 5 പേരും തനിച്ചുറങ്ങുവാൻ തുടങ്ങിയിരുന്നു. ഓരോരുത്തർക്കും പരിചാരന്മാരായി സൂതന്മാരുണ്ട്. സ്വന്തം ദാസിമാരായ സ്ത്രീകളുമുണ്ട്. രാവിലെ ഒരുങ്ങിക്കഴിഞ്ഞാൽ വേദപാഠശാലയിൽ എത്തവണ്ണം അവസാനം എത്തുന്നത് ഞാനായിരിക്കും. വല്യച്ഛൻ്റെ ഉണ്ണികൾക്ക് വേറെ സ്ഥലത്ത് വെച്ചായിരുന്നു പാഠങ്ങൾ. വിതരരുടെ മക്കളും ഞങ്ങളോടൊപ്പം പഠിക്കുവാനുണ്ടാവുന്ന ആദ്യം കേട്ടിരുന്നു.
അവർ വന്നില്ല. അവർ വരാത്തതെന്തെന്ന് അന്വേഷിക്കാൻ തുടങ്ങിയപ്പോൾ ജ്യേഷ്ഠൻ പറഞ്ഞു, വരുന്നില്ലെങ്കിൽ അത്രയും നല്ലത്, ശൂദ്രരാണ്. വാതിക്കൽ വന്ന് നിന്ന് നോക്കിയിരിപ്പാറുണ്ട് ഭീഷ്മ പിതാമഹനും വിതുരനും. ഭീഷ്മ പിതാമഹൻ വരുമ്പോൾ മാത്രം ഗുരുനാഥൻ എഴുന്നേൽക്കും, വന്നിക്കും. തുടരാൻ ആംഗ്യം കാട്ടി അദ്ദേഹം ധൃതിയിൽ നടന്നു പോകും. പിന്നെ ശുഗാരാചാര്യൻ പാർക്കുന്ന വസതിയുടെ അങ്കണത്തിൽ ആയുധ പരിചയം. അവിടെ ഞങ്ങൾക്ക് തനിച്ചായിരുന്നു. 1 വർഷം കഴിഞ്ഞ് കൃപാചാര്യൻ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ വല്യച്ഛൻ്റെ ഉണ്ണികൾക്കും ഞങ്ങൾക്കും ഒരുമിച്ചായി പരിശീലനം. മുതിർന്ന 3 ശിഷ്യന്മാർ അദ്ദേഹത്തെ സഹായിക്കുവാനുണ്ടാവും. തേരും ആനയും കുതിരയും കാലാളും വെച്ച് ചതുഷ്പാദങ്ങളിൽ യുദ്ധം പഠിക്കേണ്ടവരാണ് രാജകുമാരന്മാർ. ഒറ്റത്തേരിൽ ശത്രുക്കളെ ജയിക്കുവാൻ കഴിയുമ്പോഴേ രഥവീരനാവൂ. ഒറ്റത്തേരിൽ കാശി രാജ്യത്തെ പോയി ഭീഷ്മാചാര്യൻ മുത്തശ്ശിമാരെ കൊണ്ടുവന്നപ്പോൾ നടത്തിയ യുദ്ധത്തിന്റെ വീരകഥകൾ സൂതരുടെ ഗാഥകളിലുണ്ട്. ആയുധപാടവം കഴിഞ്ഞാൽ വീണ്ടും കുളിച്ച് ഭക്ഷണം. അതിനായി അകത്തളത്തിൽ പോകുന്നതിന് മുമ്പ് അമ്മയെ ചെന്ന് കാണണം. ആ മന്ദിരത്തിൽ ഇപ്പോൾ അമ്മ മാത്രമേ ഉള്ളൂ. അതിൻ്റെ തെക്കേ ശാഖ ഒഴിഞ്ഞു കിടക്കുന്നു. അവിടെയായിരുന്നു മുത്തശ്ശിമാർ അംബികയും അമ്പാലിയും വലിയ മുത്തശ്ശി സത്യവതിയും. അച്ഛൻ്റെ സംസ്കാരങ്ങൾ കഴിഞ്ഞ ദിവസം അവർ പിതാമഹൻ കൃഷ്ണദ്വൈമായൻ്റെ കൂടെ വനവാസത്തിനിറങ്ങി. ശേഷിച്ച കാലം തപസ് അനുഷ്ഠിച്ച് വേദപദം എന്ന വിശിഷ്ട സ്വർഗത്തിലെത്തിയെന്നാണ് കൊട്ടാരത്തിലൊക്കെ പറഞ്ഞു കേട്ടത്. പിന്നീട് അറിഞ്ഞു ഹസ്തിനപുരത്തിൽ കലാപങ്ങൾ ഉണ്ടാവുമെന്നും അത് കാണുവാൻ ഇടപെടാതെ നേരത്തെ സ്ഥലം വിടുകയാണെന്ന് നല്ലതെന്നും ഉപദേശിക്കുകയും ചെയ്തതെന്നത്രേ. സംസ്കാരക്രിയകൾ ചെയ്യുന്ന ബ്രാഹ്മണരുടെ പൂജാവിധികൾ ശ്രദ്ധിച്ചുകൊണ്ട് അദ്ദേഹം അകലെ മാറി നിന്നു. അപ്പോഴാണ് ഞാൻ അദ്ദേഹത്തെ ശരിക്കും കാണുന്നത്. ശതശൃംഗത്തിൽ ചിലപ്പോൾ രാത്രിയിലെ അദ്ദേഹം വന്നിരുന്നു. ചാരം പൂശിയിട്ടുണ്ട്. കറുത്തു മെലിഞ്ഞ ശരീരത്തിലാകെ വാരി വലിച്ചു കെട്ടിയ ജട പിടിച്ച ശിരസ്, കഴുത്ത് കാണത്തക്ക വിധം വളർന്ന മഞ്ഞ നിറത്തിലുള്ള താടി, അരയിൽ പരുക്കൻ മരവുരി, തിളങ്ങുന്ന ഇളം ചുവപ്പ് നിറമുള്ള കണ്ണുകൾ. കർമ്മങ്ങൾ നടത്തുന്നയിടയ്ക്ക് ഞാൻ അദ്ദേഹത്തെ നോക്കി. അദ്ദേഹത്തെപ്പറ്റി ഞങ്ങളെല്ലാം നേരത്തെ അറിഞ്ഞിരുന്നു. അദ്ദേഹത്തിന് മരണമില്ല. അദ്ദേഹത്തെ പോലെ വേദവും ശാസ്ത്രവും അറിയുന്നവർ ആരുമില്ല. അദ്ദേഹത്തിൻ്റെ രൂപം കണ്ട് ഭയന്ന് കണ്ണടച്ചു പോയതുകൊണ്ടാണ് മുത്തശ്ശി അംബികയുടെ മകനായ വല്യച്ഛൻ അന്ധനായത്. ഭയന്ന് വിളറിയപ്പോൾ അമ്പാലികയെ മുത്തശ്ശി പ്രസവിച്ചത് ശരീരശക്തിയില്ലാത്ത എൻ്റെ അച്ഛനെയും. വലിയച്ഛൻ്റെ അമ്മ തനിക്കും പകരം ദാസി അയച്ചു. ദാസി ഭയന്നില്ല. അതുകൊണ്ട് വൈകല്യങ്ങളൊന്നുമില്ലാതെ മകനുണ്ടാകാൻ അദ്ദേഹം ആഗ്രഹിച്ചു. രൂപം കൊണ്ട് ഭയപ്പെടാത്ത ആ ദാസി ഇപ്പോൾ കൊട്ടാരത്തിലുണ്ടോ എന്നറിയില്ല. ആരും അവരെപ്പറ്റി പറഞ്ഞു കേട്ടിട്ടുമില്ല. കൃഷ്ണദ്വൈപായൻ്റെ അനുഗ്രഹം കൊണ്ടുണ്ടാത്രേ വിതുരർ ആചാര്യന്മാർ കൂടി ബഹുമാനിക്കാൻ ബുദ്ധിമുട്ടായത്. ഭയപ്പെടത്തക്കവണ്ണം ഒന്നും അദ്ദേഹത്തിന് ഞാൻ കണ്ടില്ല. പക്ഷേ അദ്ദേഹം എല്ലാവരിൽ നിന്നും അകന്നു നിന്നു. സംസാരിക്കുവാൻ ആരും അടുത്ത് ചെന്നില്ല. പ്രായധൈക്യം കൊണ്ട് കൂനിക്കൂടിയ അമ്മയെയും എൻ്റെ മുത്തശ്ശിമാരെയും കൊണ്ട് അദ്ദേഹം ഇറങ്ങിയപ്പോൾ അനുയായത്രവും വിളിപവും പാടില്ല എന്ന് അദ്ദേഹം കൽപ്പിച്ചിരുന്നു അത്രേ. അമ്മ തനിച്ചാണിപ്പോൾ. ശുഗാചാര്യൻ്റെയും കൃപാചാര്യൻ്റെയും കീഴിൽ ഞങ്ങൾ എങ്ങനെ പഠിച്ചിരിക്കുമെന്ന് അമ്മയ്ക്കറിയില്ല എന്നായിരുന്നു എൻ്റെ ധാരണ. ആയുധപ്പുരയുടെ പരിസരത്തിലൊന്നും അമ്മ വരാറില്ലല്ലോ. പക്ഷെ ഒരു ദിവസം അമ്മ എന്നെ തനിയെ വിളിച്ചു. പഠിപ്പ് നന്നായി നടക്കുന്നില്ലേ? ഉവ്. ഉണ്ണിക്ക് ഏതിലാണ് കൂടുതൽ താല്പര്യം? കൃപാചാര്യർ യന്ത്രമുക്തം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. പണിമുക്തവും മുക്തസന്ധരവും പഠിപ്പിക്കുന്നത് ശിഷ്യന്മാരാണ്. ശുഗാചാര്യൻ ആരംഭിച്ച പാണിമുക്തത്തിൽ ഗദായുദ്ധത്തിലായിരുന്നു എനിക്ക് താല്പര്യം. പക്ഷേ ഞാൻ വെറുതെ പറഞ്ഞു, ബാഹയുദ്ധം. അമ്മയുടെ മുഖം കറുത്തു. നീചന്മാർക്കുള്ളതാണ് ബാഹയുദ്ധം, ക്ഷത്രിയർ അറിയേണ്ടത് തന്നെ. പക്ഷേ പിന്നെ അമ്മ എന്താണ് ആലോചിക്കുന്നത് പോലെ ഇരുന്നു. വല്യച്ഛൻ്റെ ഉണ്ണികളെ നീ ദ്രോഹിക്കുന്നുവെന്ന് കേട്ടല്ലോ. ഞാൻ കൃത്യമായി എന്ത് മറുപടി പറയണമെന്നറിയാതെ ഞാൻ വിഷമിച്ചു. അമ്മ പറഞ്ഞു, കുറ്റം എപ്പോഴും നമുക്കാവും, അതോർമ്മിപ്പിച്ച് നടന്നോളൂ. കുലദ്രോഹി എന്ന പേർ കേൾപ്പിക്കരുത്. കുലം പിടിക്കുവാൻ പിറന്നവൻ ഞാനല്ല, ദുര്യോധനാണ്. അവനെ കൊണ്ടാണ് ആപത്തുകൾ വരുവാൻ പോകുന്നതെന്ന് കൃഷ്ണദ്വൈപായന പിതാമഹൻ തന്നെ പറഞ്ഞിരിക്കുന്നുവെന്ന് സൂതന്മാർ കുശുകുശിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അവൻ എന്നെപ്പറ്റി കള്ളക്കഥകൾ പറയുന്നുണ്ടായിരിക്കും. അതായിരിക്കും എൻ്റെ ഭയം. പാഠങ്ങളില്ലാത്തപ്പോൾ ഞാൻ ആനപ്പന്തയത്തിൽ പോവുക പതിവായിരുന്നു. അസ്ഥിവന്മാരുടെ കൂട്ടത്തിൽ കൂനികൂടി നടക്കുന്ന ഒരു വൃദ്ധനുണ്ട്. ആന ചീറുമ്പോഴത്തെ കാറ്റോലിൽ വീണു പോകുന്നുവെന്ന് തോന്നും. പക്ഷെ അയാൾ പറഞ്ഞാൽ ഏതു മതഗജവും അനുസരിക്കും. ആനകളുടെ ശാസ്ത്രവും ചികിത്സയും ഋഷിമാരിൽ നിന്ന് പഠിച്ചതാണ് അയാൾ. അയാളുടെ കൂടെ ആനപ്പന്തിക്ക് കയറുവാൻ എന്നെ അനുവദിച്ചിരുന്നു. ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ ആനയ്ക്ക് ഒരു ചെറിയ പർവ്വതത്തോളം വലിപ്പമുണ്ട്. കുരുവംശത്തിലെ പഴയ രാജാക്കന്മാരുടെ പേരുകളിൽ പല ആനകളുമുണ്ട്. ആനകളിൽ താല്പര്യമുള്ള ഉണ്ണിയായി എനിക്ക് വൃദ്ധൻ ചെറിയ സ്വാതന്ത്ര്യങ്ങൾ അനുവദിച്ചു. തുമ്പിക്കൈയിൽ തൊടാം, കരിമ്പൻ കഷണങ്ങൾ കൊടുക്കാം. മതജലം പൊട്ടിയാൽ തുടങ്ങുന്ന സ്ഥാനം കാണിച്ചു കൊണ്ടിരുന്ന വൃദ്ധൻ അപ്പോൾ ആനപ്പന്തിയുടെ ദീർക്ക് നോക്കിക്കൊണ്ട് അകലെ 3 പേർ നിൽക്കുന്നത് കണ്ടു. ദുര്യോധനൻ, ദുശാസനൻ, യുധിഷ്ഠിരൻ. പുറത്തു കിടന്നപ്പോഴാണ് ഞാൻ അത്ഭുതപ്പെട്ടത്. മൂന്നാമൻ യുധിഷ്ഠിരനല്ല, കർണനാണ്. അന്ന് അയാളുടെ പേർ പോലും എനിക്കറിയില്ല. കൃപാചാര്യരുടെ പാഠങ്ങൾ വരുമ്പോൾ കൗരവരുടെ കൂടെ വരാറുള്ള കുട്ടികളിൽ ഒരാൾ. ആ നിൽപ്പും ഭാവവും എനിക്കറിയാം. 3 പേർ ചേർന്ന് എന്നെ ഇടിച്ചു വീഴ്ത്താനാണ് ഭാവം. ഒറ്റയ്ക്കൊറ്റയ്ക്ക് വന്നാൽ എനിക്ക് ഭയമില്ല.
ആനപ്പന്തുകളിലെ ദാസന്മാരുടെ മുമ്പിൽ വെച്ച് വേണ്ട തോൽവി എന്ന് കരുതി ഞാൻ അവരെ നേരിടാതെ എതിർവശത്തെ വാതിൽ കടന്ന് നടന്ന് വൃദ്ധഹസ്തപുരത്തോട് പറഞ്ഞു, നേരമായി, കുളിക്കുവാൻ പോകട്ടെ. തിരിഞ്ഞു നോക്കാതെ നടക്കുമ്പോൾ പിന്നിൽ ഓടിക്കിടക്കുന്ന കാലടി ശബ്ദം കേട്ടു. ഭയം കൊണ്ടും കാലടികൾ വിറകേറി. ഓടിയാലും പിന്നെ അത് കുട്ടിക്കിടയിൽ നിന്ന് ഒരു വലിയ കഥയായി മാറും. ഭീമൻ മന്ദം മാത്രമല്ല, പേടിത്തൊണ്ടനുമാണ്. ദുര്യോധനൻ പലരെയും അനുസരണം പഠിപ്പിച്ച കഥകൾ കുട്ടികൾക്കിടയിൽ പ്രസിദ്ധമാണ്. ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു നിന്നു. ദുര്യോധനൻ മന്ദഹസിക്കുന്നു. അയാൾ മന്ദഹസിക്കുന്നത് ഞാൻ ആദ്യം കാണുകയാണ്. പ്രതിബന്ധത്തിലെന്ന പോലെ അപ്പോൾ ദുശാസനും മന്ദഹസിച്ചു. അനുജൻ ജ്യേഷ്ഠൻ്റെ നിഴൽ പോലെ എപ്പോഴും പറയുന്നതനുസരിച്ച് കൂടിയാണ് നടക്കുന്നവനാണ്. അവനും എനിക്കൊപ്പം വളർച്ചയുണ്ട്, ശക്തിയുമുണ്ട്. നല്ലപോലെ നോക്കിക്കോളൂ ദുര്യോധന. കൗരവരുടെ മുഴുവൻ കൊല്ലുവാൻ പിറന്ന വൃഗോദരനെ ശരിക്കും കണ്ടോളൂ. പറഞ്ഞത് കർണനാണ്. ചെറിയ കുട്ടിയായിരുന്ന കാലത്ത് തൻ്റെ ഭക്ഷണപ്രിയം കണ്ട് അമ്മ ദാസിമാരിൽ മൂത്തവളോട് കളിയായി പറഞ്ഞു, രണ്ടാമത്തെ ഉണ്ണി വൃഗോദരൻ തന്നെ, എന്ത് കഴിച്ചാലും വിശപ്പാണ്. സ്നേഹത്തിൻ്റെ ലാളനയോടെ അമ്മ പറഞ്ഞ വാക്ക് പിന്നെ അടുത്ത കളത്തിൽ എന്നെ പരിഹാസപ്പോരനായി ഇടയാക്കി. പുറത്തറങ്ങളിലും അങ്കത്തരങ്ങളിലും കൂടി എത്തിയപ്പോൾ അത് ഭീമസേനൻ്റെ പര്യായമായി. പക്ഷെ അത് കേൾക്കുമ്പോഴൊക്കെ എനിക്ക് അരിശമാകെ പടർന്നു കയറും. ഞാൻ വിഡ്ഢിയെപ്പോലെ നിന്നു. മന്ദ, നീയാണ് കൗരവരെ കൊന്നുകളയാൻ പോകുന്നത്. ദുര്യോധനൻ എൻ്റെ മുന്നിൽ നിന്നും പുച്ഛത്തിൽ ചിരിച്ചു. ദുശാസനൻ നേരത്തെ പുറത്തു പറിച്ചതുപോലെ ആയിരിക്കും. പതുക്കെ എൻ്റെ പിന്നിലേക്ക് മാറി. മൂന്നാമൻ കളി കാണുവാൻ തയ്യാറായി രസിച്ച് അകലെ തന്നെ നിന്നു. അതായത് കർണൻ. തോൽവിയിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള വഴിയാലോചിച്ച് അമ്പരന്ന നിമിഷങ്ങളുമായിരുന്നു ഈ കർണന്. ദുര്യോധന സംഘത്തിൽ നടക്കുന്ന ഏതോ ഒരു സൂതപുത്രന് യുധിഷ്ഠിരനോട് എത്ര സാദൃശ്യമെന്ന് തോന്നി. പക്ഷെ കർണന്റെ മുഖത്തെ ആ കൈപ്പുള്ള ചിരി ഒരിക്കലും യുധിഷ്ഠിരന്റെ മുഖത്ത് വരില്ല. ഇവിടെ ശുകാചാര്യന്റെ ധനുർവേദയാതങ്ങൾക്ക് അർത്ഥമില്ല എന്ന് ഞാൻ ഉടനെ തന്നെ തീരുമാനിച്ചു. കാലുകൾ അകറ്റിവെച്ച് ചെറുവിരൽ തുമ്പുകൾ മാത്രം ഊന്നി പിടിച്ച് മുട്ടുറപ്പിച്ചു. വൈശാഖത്തിലാണ് ദുര്യോധനന്റെ നിൽപ്പ്. എൻ്റെ ഇടതുവശത്തായി നിലയുറപ്പിച്ച ദുശാസനൻ മുട്ടുവളച്ച് അർദ്ധമണ്ഡലത്തിലാണ്. അകന്നു നിൽക്കുന്ന സൂതപുത്രനെ അടക്കി ചിരിപ്പിച്ച ചിരി. ഭയപ്പാടിന് പകരം രോഷം കത്തിപ്പടർന്നു. ആനപ്പന്തിയുടെ പുറത്തെ അങ്കണം ഒഴിഞ്ഞു കിടന്നു. അവിടേക്ക് കാവൽക്കാരോ ദാസിമാരോ വരുന്നതിന് മുമ്പ് ഇത് അവസാനിപ്പിക്കണം. അമ്മയുടെ മടിയിലേക്ക് കാട്ടാളന്മാർ തേനും കന്മതവും കാഴ്ചവെച്ച് പോകും മുമ്പേ വിനോദത്തിനായി മല്ലടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പാറക്കെട്ടിൽ നിന്ന് താഴേക്ക് വീണവർ പിടിവില്ലാതെ മല്ലടിച്ച് മുകളിലെത്തുന്നു. കാഴ്ചയ്ക്ക് കുട്ടി വിടാത്ത ഒരു കുമാരൻ ഒരിക്കലും മഹാകായനെന്ന് എടുത്തെറിയുന്നത് കണ്ടു. അവസാനം അവൻ മണ്ണുവരണ്ട മുഖത്തേക്ക് ചിരിയോടെ നിലം തൊട്ട് കുമ്പിട്ട് യാത്ര പറയുമ്പോൾ അമ്മ അവനൊരു പൊന്മള സമ്മാനമായി എറിഞ്ഞു കൊടുത്തു. ഇവിടെ കാട്ടിലെ നിയമങ്ങളാണ് എനിക്ക് ഉപകരിക്കുക. പാവം മന്ദൻ പേടിച്ചു വിറയ്ക്കുന്നു. വിട്ടുകളയും, 101 യുദ്ധം ഇടിപ്പിച്ച് വിട്ടുകളയും, കർണൻ പറഞ്ഞു. ആക്രമണത്തിന് കാത്തു നിൽക്കാതെ ഞാൻ മുമ്പോട്ട് കുതിച്ചു. അതൊരു തന്ത്രമായിരുന്നു. ദുര്യോധനന്റെ നേർക്ക് നിന്ന് കരുതി നിൽക്കുന്ന ദുശാസനൻ ഞാൻ പെടുന്നു തന്നെ ഇടം തിരിച്ച് മാറിക്കടങ്ങി. അവൻ തെറിച്ചു വീണു. കാലിറിയാൻ ഞാൻ നിലയുറപ്പിക്കും മുമ്പ് ദുര്യോധനൻ പറന്നുകൊണ്ടുന്ന പോലെ എൻ്റെ ദേഹത്തിൽ വെന്നു വീണു. തെറിച്ചുപോയ ഞാൻ പുറം പന്തയിലെ മരത്തിലോട് ചേർന്നാണ് വീണത്. കർണൻ്റെ ചിരി അപ്പോഴും കേട്ടു. പക്ഷേ ദുര്യോധനനും വീണു പോയിരുന്നു. കാട്ടിൽ ഓടി കളച്ചു കൊള്ളുന്ന എൻ്റെ വേഗം അവനറിയില്ല. എഴുന്നേൽക്കും മുമ്പേ ഞാൻ അവൻ്റെ പുറത്തു ചാടി കൈത്തണ്ട കൊണ്ട് കഴുത്തിൽ പിടിച്ച് വാരിയെല്ലുകളിൽ മുഷ്ടിച്ചുരുട്ടി അടിച്ചു. സഹായത്തിന് ഓടിച്ചെന്ന് വന്ന ദുശാസനെ വാരിയടിച്ചപ്പോൾ വലം കൈയിൽ മുടിയാണ് ഒതുങ്ങിയത്. പിടിത്തു കുതറി എഴുന്നേൽപ്പിക്കുവാൻ ശ്രമിച്ച ഇവർ പിടിവിട്ടാൽ എന്നെ മർദ്ദിച്ചാലോ എന്ന് എനിക്കറിയാം. അപ്പോൾ 2 കൈകളിലും സൗകര്യത്തിൽ കിട്ടിയ തലകൾ കൂട്ടിയിടിച്ചു. വേദനയുടെ ശബ്ദം ദുശാസനത്തിൽ നിന്ന് കേട്ടപ്പോൾ എനിക്ക് ഉത്സാഹമായി. വീണ്ടും തലകൾ കൂട്ടിയിടിച്ചു. ഇപ്പോൾ ദുര്യോധനനും ശബ്ദിച്ചു. വേദനയേക്കാൾ രോക്ഷമാണ് അലർച്ചലത്. അവർ എഴുന്നേൽക്കുവാൻ വയ്യാതെ നിലയിലായിട്ട് വണ്ണം ചിരിച്ച് കളി കാണുവാൻ നിന്ന സൂതപുത്രനെ വകവരുത്തുവാൻ. വിടൂ ഉണ്ണി, വിടൂ. ആരുടെയൊക്കെയോ ബഹളം. ആരോ അധികാരത്തോടെ എൻ്റെ അഴിഞ്ഞ മുടികളിൽ പിടിച്ചു വലിച്ചു. നോക്കുമ്പോൾ കൃപാചാര്യർ. കർണൻ വിളിച്ചുകൊണ്ട് വന്നതാണ് എന്ന് വ്യക്തമാവുന്നു. അവൻ തനിക്കതിൽ പങ്കില്ലെന്ന ഭാവത്തിൽ അകലെ എപ്പോഴും ഒതുങ്ങി നിന്നു. കരഞ്ഞും ശോഭിച്ചു ഉദ്ദേശിച്ച് പറയാനാവാത്ത എന്തൊക്കെയോ പുലമ്പിക്കൊണ്ട് നിന്ന ജ്യേഷ്ഠാനുജന്മം. ഇവനിപ്പോഴും ഇങ്ങനെയാണ്. ഒന്നും ചെയ്യാതെ നിന്നെ ഞങ്ങളെ തുടങ്ങിയത് ഞാനല്ല എന്ന് പറയുന്നുണ്ടായിരുന്നെങ്കിലും അകലെ മാറി നിൽക്കുന്ന കർണനെ ഞാൻ നോക്കി. മൂന്നാമതായി താൻ കൂടി വന്നാലും എനിക്കൊന്നുമില്ല എന്ന് അവനറിയാം. അവനെ തനിച്ച് കിട്ടുമ്പോൾ പാഠം പഠിപ്പിക്കുന്നുണ്ട്. അതിനൊരു ചമ്മട്ടിയാണ് വേണ്ടത്. കളികൾ ആയുധപുരയിൽ വെച്ച് മാത്രം മതിയെന്ന് കൃപാചാര്യൻ പറഞ്ഞു. ദുര്യോധനന്റെ കണ്ണുകൾ കലങ്ങിയിരുന്നു. അത് അവസാനിച്ചിട്ടില്ല എന്നും മട്ടിൽ എന്നെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് അവൻ ധൃതിയിൽ നടന്നു. നിങ്ങൾ ജ്യേഷ്ഠാനുജന്മാരാണോ? ഇപ്പോഴേ പോര് തുടങ്ങിയോ? കൃപാചാര്യൻ ശോകം ഒതുക്കുകയായിരുന്നു. ഞാനൊന്നും പറയാതെ നിന്നു. തന്നോട് തന്നെ എന്തോ പിറുപിറുത്തുകൊണ്ട് അദ്ദേഹം പോയി. അന്ന് നദീതീരത്തിലെത്തിയപ്പോൾ ജ്യേഷ്ഠനും അനുജന്മാരും കുളി കഴിഞ്ഞ് മടങ്ങിയായിരുന്നു. നീ എവിടെയായിരുന്നു? യുധിഷ്ഠിരൻ ചോദിച്ചു. ഞാൻ കൃത്യമായി മറുപടി പറഞ്ഞില്ല. ദുര്യോധനെ വേദനിപ്പിച്ചു വിട്ടത് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. കൃപാചാര്യൻ അതൊരു വലിയ കാര്യമായി എടുക്കില്ല. പക്ഷെ കുറച്ച് ദിവസങ്ങൾ ശേഷം അമ്മ ചോദിച്ചു, ഉണ്ണി, ദുര്യോധനെ ഒളിഞ്ഞെന്ന് അടിച്ചു വീഴ്ത്തിയോ? അമ്മയുടെ സമീപത്ത് യുധിഷ്ഠിരനുണ്ടായിരുന്നു. ജ്യേഷ്ഠൻ കഥ കേട്ട ഉടനെ അമ്മയെ അറിയിച്ചു പറഞ്ഞു. ഞാൻ മറുപടി പറഞ്ഞു, ഇല്ല. യുധിഷ്ഠിരൻ ഓർമ്മിപ്പിച്ചു, അസത്യം പറയരുത്. ഞാൻ അമ്മയുടെ നേരെ നോക്കി പറഞ്ഞു,
ഒളിഞ്ഞിരുന്നില്ല അമ്മേ, രണ്ടുപേരും കൂടി. അമ്മ തുടരേണ്ടതില്ല എന്ന് ആംഗ്യം കാട്ടി. ഞാൻ പുറത്തു കിടന്നപ്പോൾ കൂടെ വന്ന ജ്യേഷ്ഠൻ പറഞ്ഞു, വല്യച്ഛൻ്റെ കൊട്ടാരത്തിലെ കുട്ടികളെല്ലാം ചേർന്ന് നിന്നെ പാഠം പഠിപ്പിക്കുന്നുണ്ട്. ആര് പറഞ്ഞു? ഞാൻ കേട്ടു. നടന്നത് എന്താണെന്ന് ഞാൻ അർജുനോട് മാത്രം വിശദമായി പറഞ്ഞു. കരുതി നടന്നോളൂ, യുധിഷ്ഠിരൻ അവനെ ഉപദേശിച്ചു. അപഹരണത്തിലും അവൻ കൃപാചാര്യരുടെ അരികെ പോയി അസ്ത്രവിദ്യ പഠിക്കുന്നുണ്ട്. അസ്ത്രവിദ്യയെപ്പറ്റിയാണ് അവൻ എപ്പോഴും പറയാറുള്ളത്. ഞങ്ങൾ തനിച്ചാവുമ്പോഴെല്ലാം ഒറ്റത്തേരിൽ രാജാക്കന്മാരെ മുഴുവൻ വെല്ലുവിളിക്കുവാനുള്ള കഴിവുണ്ടാവണം. പിതാവായ ഇന്ദ്രനെ അവൻ നിത്യവും ധ്യാനിക്കുന്നുണ്ട്. ഒരിക്കൽ തനിക്കുദ്ദേശം ദിവ്യാസ്ത്രങ്ങൾ തരണമെന്ന് വരുമെന്ന് അവൻ വിശ്വസിക്കുന്നു. അമ്പും വില്ലുമല്ല എനിക്ക് വഴങ്ങുന്നത്. അതുകൊണ്ട് ശുഗാചാര്യനിൽ നിന്ന് ഗതായുദ്ധം മാത്രം പഠിച്ചാൽ മതിയെന്ന് അവർ ഉപദേശിച്ചു. അന്ന് നദീതീരത്ത് സന്ധ്യാവന്ദനം കഴിഞ്ഞ് ഞാൻ തനിയെ നിന്നു. എനിക്ക് ജന്മം നൽകിയ വായുദേവനെ ധ്യാനിച്ചു. മഹാബലവാനവൻ എന്നെ അനുഗ്രഹിക്കുക. എല്ലാ ശസ്ത്രങ്ങളിലും അവിടുത്തെ പുത്രൻ ഭീമസേനൻ മുമ്പിലാവട്ടെ. പിതാവായ ദേവനെ പ്രീതിപ്പെടുത്തിയാൽ ഞാൻ എന്ത് ചെയ്യണം? ആരോട് ചോദിച്ചാൽ അറിയാം? ഒരുപക്ഷെ ബുദ്ധിമാനായ ഇളയച്ചൻ വിതുരർക്കറിയാം. പക്ഷേ ചോദിക്കുവാൻ ധൈര്യം തോന്നിയില്ല. അദ്ദേഹം എപ്പോഴും ഞങ്ങളുടെ പരിസരത്തിലൊക്കെ ഉണ്ടാവും, പക്ഷെ വളരെ അകലെയാണെന്ന് തോന്നും. യുധിഷ്ഠിരനോട് മാത്രമേ അദ്ദേഹം സംസാരിക്കാറുള്ളൂ. തേർ യുദ്ധത്തിൽ യുധിഷ്ഠിരൻ, അസ്ത്രവിദ്യയ്ക്ക് അർജുനൻ. ആചാര്യന്മാർ തുടക്കത്തിൽ തന്നെ തരംതിരിവ് നടത്തി കഴിഞ്ഞിരുന്നു. യുധിഷ്ഠിരൻ രാജാവാകേണ്ടവനാണ്. രാജാക്കന്മാർ തേർ യുദ്ധത്തിൽ വിദഗ്ധരാവണം. ഇന്ദ്രന്റെ മകനായതുകൊണ്ട് വില്ലാളി വീരനാകുമെന്ന് അശരീരികൾ പറഞ്ഞിട്ടുണ്ട് നേരത്തെ തന്നെ. അതുകൊണ്ട് അർജുനനും പ്രത്യേകം പാഠങ്ങളുണ്ട്. അന്തഃപുരത്തിലെ ദാസിമാരുടെ സന്ദർശനത്തിന് വരുന്ന ക്ഷത്രിയ സ്ത്രീകളൊന്നും മുമ്പാകെ വെച്ച് നകുല സഹോദരന്മാരെ അമ്മ എപ്പോഴും ഓമനിക്കാറുണ്ട്. എനിക്ക് മാതൃപുത്രനായ ഈ യമന്മാരാണ് എൻ്റെ സ്വന്തം ശരീരത്തിൽ നിന്ന് പിറന്നവരെക്കാൾ പ്രിയപ്പെട്ടവർ. നകുല സഹോദരന്മാർക്ക് വലിയ അനുഗ്രഹങ്ങളൊന്നുമില്ല, പക്ഷെ അർജുനനോട് അമ്മയ്ക്ക് പ്രത്യേകം വാത്സല്യം ഉണ്ടായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. അമ്മ പുറത്ത് പറയാറില്ല. കോമളമായ കറുപ്പ് നിറമുള്ള അർജുനനോട് എല്ലാ അന്തഃപുര സ്ത്രീകൾക്കും കൂടുതൽ സ്നേഹമുണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുമ്പോഴൊക്കെ അവരുടെ കണ്ണുകൾ ഞാനത് കണ്ടിട്ടുണ്ട്. ഒരിക്കൽ കൊട്ടാരത്തിൽ വന്ന നാടോടികളായ മാഗധർ അർജുനെ പറ്റി പാടി. ഭാവി അറിയുന്നവരത്ര ഈ ഗായകർ. വെളുത്ത കുതിരകളെ പൂട്ടിയ രഥത്തിൽ അമ്പൊഴുങ്ങാത്ത ആവനാഴി ദിവ്യജാപവുമായി അവൻ ലോകം കീഴടക്കുന്ന കഥകൾ അവർ പാടി. അപ്സർ സ്ത്രീകൾ കൂടി അവൻ്റെ കറുത്ത മേനിയുടെ അഴക് കണ്ട് കാമിച്ച് അസ്വസ്ഥരാകും. അഗ്നിയായും വരുണയും കൂടി അവൻ്റെ അസ്ത്രമുള്ള ആജ്ഞ അനുസരിക്കും. അമ്മ സന്തോഷം കൊണ്ട് നിറഞ്ഞ കണ്ണുകൾ തുടച്ചു. പാടികൾ കഴിഞ്ഞപ്പോൾ അവർ സ്വർണ്ണനിഷ്ടങ്ങൾ വാരിക്കൊടുത്തു. വഴുക്ക് പടിഞ്ഞാറേ ദിക്കിലേക്ക് നോക്കി. അവിടെ കാവൽക്കാർ നടത്തുന്ന വായു ഭഗവാനെ അവൻ ധ്യാനിച്ചു. എൻ്റെ പ്രാർത്ഥനകൾ കേൾക്കുന്നുണ്ടോ? അകലെ എവിടെ നിന്നുള്ളോ എൻ്റെ പിതൃദേവൻ? അപ്പോൾ ജലനിരപ്പുകൾ ഞുറുകൾ വിരിഞ്ഞ പോലെ 1000 വളകൾ ഇളകി. അകലെ എവിടെ നിന്നോ ഒരെടുത്ത് ഒരിളം കാറ്റ് എൻ്റെ മുടിയാകെ പറപ്പിച്ചു. നേരത്തെ ജലഗണങ്ങളുടെ നനവിൽ അദൃശ്യമായ എന്നെ ആശ്ലേഷിച്ചു. എൻ്റെ ചെവിയിൽ ആരോ മന്ത്രിച്ചു. ഞാൻ കേൾക്കുന്നു, ഞാൻ കേൾക്കുന്നു. തുടരും.